Digimon rocks. D&D rocks. 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 ഈ ടിൻഡു ആരാ മോൻ? Digimon rocks. D&D rocks. Digimon rocks. D&D rocks. ഹലോ പോലീസ് സ്റ്റേഷൻ. എന്ത് അടുപ്പി മണ്ണ് വാരിട്ടോ? എന്താ അവന്റെ പേര്? ആഹാ, ഇതും അവനാണല്ലേ, ടിൻഡുമോൻ. ആ, ഞാൻ അന്വേഷിക്കാം. ഓക്കെ. ഹലോ, യെസ്, പോലീസ് സ്റ്റേഷൻ. തലയ്ക്ക് കല്ല് കൊണ്ടെറിഞ്ഞോ? ആളറിയാമോ? എന്ത്? ആ ശരി, ടിൻഡുമോനല്ലേ. ഓക്കെ, ഞാൻ വേണ്ടത് ചെയ്തോളാം. എടോ പി സി, ഈ ടിൻഡുമോൻ വല്ലാത്തൊരു... ഹലോ, അതെ. ഓഹോ, എപ്പോ? അവൻ തന്നെയാണല്ലേ? ശരി, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ. എടോ പി സി, വല്ലാത്തൊരു ശല്യമായല്ലോടോ. ഇപ്പൊ വിളിച്ച ആളിന്റെ പരാതി കേൾക്കണോ? ആ ടിൻഡുമോൻ അയാളുടെ പൂച്ചയുടെ വാല് മുറിച്ചു കളഞ്ഞെന്ന്. ഏതാണോ ഈ നശിച്ച ടിൻഡുമോൻ? അവനൊരു ഭയങ്കര സാറേ. നാട്ടിലെ സകല സ്ഥലത്തും എത്തും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഓ, ഒരിക്കൽ ഞാൻ അവനെ ഓടിച്ചു പിടിക്കാൻ ശ്രമിച്ചതാ എന്റെ സാറേ. എന്താടോ, എന്നിട്ട് പിടികിട്ടിയില്ലേ? പിടികിട്ടിയെ കൊണ്ടല്ലേ ഞാൻ ചാണകക്കുഴിയിൽ വീണ് ചാവാതിരുന്നത്. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നേ? ചാണകമോ? അതെ സാർ, നല്ല ഒന്നാം തരം ചാണകം. നോൺസെൻസ്. പിടികിട്ടിയ കാര്യം പറയടോ. സോറി സാർ, ആ തല തെറിച്ച പയ്യൻ എന്നെ ചാണകക്കുഴിയിൽ ചാടിച്ചു. ഒരു വള്ളിച്ചെടിയിൽ പിടികിട്ടിയ കൊണ്ടല്ലേ ഞാനൊന്ന് ചാവാതിരുന്നത്. ഷട്ട് അപ്പ്. എടോ, വിത്തിൻ 24 hours, അരമണിക്കൂറിനകം അവനെ എന്റെ മുന്നിൽ കൊണ്ടുവരണം. ഓക്കെ? അയ്യോ സാർ, ചാണകം പോയി പിടിച്ചോണ്ട് വാടോ. ശേടാ, അടുപ്പില് മണ്ണ് വാരിയിടുക, തലയ്ക്ക് കല്ലെറിയുക, പൂച്ചയുടെ വാല് മുറിക്കുക, ഇങ്ങനെയുണ്ടോ ഒരു വികൃതി? അവനെ എന്റെ കയ്യിൽ കിട്ടട്ടെ, തവളയെ ചതയ്ക്കും പോലെ ഞാൻ ചതയ്ക്കും. പോലീസ് അങ്കിൾ, എന്നെ സ്വസ്ഥമായി ആരും കളിക്കാൻ വിടുന്നില്ല. അയ്യോ പാവം, ഇതും ആ നാശം പിടിച്ചവന്റെ വേലയായിരിക്കും. സാരമില്ല കുട്ടാ, കരയാതെ. വിത്തിൻ 24 hours, അരമണിക്കൂറിനകം ഞാൻ അവനെ പിടികൂടുന്നുണ്ട്. അല്ല, എന്താണ് മോനോട് ചെയ്ത ദ്രോഹം? പോലീസ് അങ്കിൾ, മണ്ണ് വാരിയിട്ട് കളിക്കുന്നത് തെറ്റാണോ? അല്ലല്ലോ. അല്ല, അതൊരു തെറ്റൊന്നുമല്ല. കല്ലെറിഞ്ഞ് കളിക്കുന്നത് അത്ര മോശപ്പെട്ട കളിയാണോ? ആര് പറഞ്ഞു? അതിലൊരു തെറ്റുമില്ല. നമുക്കാർക്കും ഒരു തരത്തിലും ഉപകാരമില്ലാത്ത സാധനം അത് വെറുതെ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് ഞാൻ അത് മുറിച്ചെടുത്ത് കളിച്ചു. അതൊരു തെറ്റാണോ? തെറ്റല്ലല്ലോ. ആർക്കും ആവശ്യമില്ലാത്ത വസ്തുവല്ലേ, അതുകൊണ്ട് അതിൽ ഒരു തെറ്റുമില്ല. തെറ്റല്ലല്ലോ. തെറ്റല്ല 3 വട്ടം. പിന്നെ എന്തിനാടോ പൊട്ട മരക്കഴുതേ താൻ എന്നെ പിടിക്കാൻ പോലീസിനെ പറഞ്ഞയച്ചത്? അധികം കളിച്ചാലേ കണ്ണി കുത്തി കളയൂ. ടിൻഡുമോനായി ടിൻഡുമോൻ. അയ്യോ 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 കുത്തല്ലേ, അയ്യോ കൊല്ലല്ലേ. പിടികിട്ടിയില്ല സാറേ. ഇത്തവണയും ഞാൻ വീണു. അവനെ കാണാൻ പോലും കിട്ടിയില്ല. കണ്ടിരുന്ന് പണി കൊടുത്തേന്. ഞാൻ കണ്ടു, പണിയും കിട്ടി. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. ഈ സീസണിലെ വിജയ് മിസ്റ്റർ രാഹുലാണ്. രാഹുലിനെ കോൺഫറൻസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ആണ് സമ്മാനം. കണ്ടില്ലേ,
നിന്റെ പ്രായത്തിലെ കുട്ടികൾക്ക് ആ പാട്ട് പാടിയിട്ട് ഫ്ലാറ്റ് ഒക്കെ കിട്ടുന്നത്. നീ ഇങ്ങനെ ചുമ്മാ നടന്നോ? അച്ഛന്റെ പ്രായത്തില് അബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. അച്ഛൻ ഇങ്ങനെ ടിവി കണ്ടിരുന്നോ? തർക്കുത്തരം പറയുന്നോടാ? അച്ഛാ, എനിക്കൊരു സംശയം. അച്ഛന്മാർക്കാണോ കുട്ടികൾക്കാണോ കൂടുതൽ ബുദ്ധി ഉണ്ടാവുക? എന്താ സംശയം? അച്ഛന്മാർക്ക് തന്നെയാ. ഏയ് അല്ലല്ല, കുട്ടികൾക്കാ. ഒന്ന് പോടാ. അച്ഛന്മാർക്കാ കുട്ടികളെക്കാൾ ബുദ്ധി കാണുക. ഓക്കെ, എന്നാലച്ചാ വേറൊരു സംശയം. ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആരാ? ചാൾസ് ബാബേജ്. അല്ലാതെ അയാളുടെ അച്ഛനല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അച്ഛന്മാരെക്കാൾ കൂടുതൽ ബുദ്ധി കുട്ടികൾക്കാ. എടാ നിനക്കറിയോ, എബ്രഹാം ലിങ്കൻ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലിരുന്നാ പഠിച്ചത്. അപ്പൊ മൂപ്പർക്ക് പകൽ എന്തായിരുന്നു പണി? പകല് കൂലിപ്പണി. എടാ നിന്നോടൊക്കെ സംസാരിച്ച മനുഷ്യനും. നിങ്ങൾ അവനെ വഴക്കു പറയണ്ട. അവന് സംഗീതത്തോടാ താല്പര്യം. ഒരു ഭാഗവതരെ വിളിച്ച് ട്യൂഷൻ കൊടുക്കാം. വല്ല ഫ്ലാറ്റും കിട്ടിയാലോ? അവസാനം ആ ഭാഗവതര് ഫ്ലാറ്റ് ആവാതിരുന്നാ മതി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിങ്ങൾ വെറുതെ ഓരോന്ന് പറയണ്ട. മോന് സംഗീതത്തോട് അത്രയും വലിയ താല്പര്യമുണ്ടോ? നല്ല താല്പര്യം. പണ്ട് സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്നെത്തിയത് കോൺവെന്റ് സ്കൂളിന്റെ വാതിൽ പഠിക്കലായിരുന്നു. ആണോ? മോന് കോൺവെന്റ് സ്കൂളിലെ സംഗീത ടീച്ചറെ അറിയോ? അവിടുത്തെ സംഗീത ടീച്ചർ അറിയില്ല, പക്ഷേ 2Bയിൽ പഠിക്കുന്ന സംഗീതം അറിയാം. അതിനാ ഞാൻ എന്നും അവിടെ പോയത്. അപ്പൊ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ഒരു ശല്യമായപ്പോ എന്നെ ഏൽപ്പിച്ചാണല്ലേ? മോന് സാരിഗമ എന്താന്നറിയോ? അത് ഈ സാരി ഉടുത്താല് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു തരം ഗമയല്ലേ? ഓ, സാരിഗമ എന്ന് കേട്ടിട്ടുണ്ടോന്ന്? വാസ്കോഡ ഗാമ എന്ന് കേട്ടിട്ടുണ്ട്. മൂപ്പരുടെ ആരെങ്കിലും ആണോ? തൽക്കാലം ഞാൻ പറയുന്നത് പോലെ അങ്ങ് മോൻ പാടിയാ മതി. അതെങ്കിലും പറ്റുമോ? ഓക്കെ. സാരിഗമ. ആ പാടുക. സാരി ഗാമ പാധാനീസാ. അയ്യോ, നിർത്ത്. മോനെ ഇങ്ങനെ വെറുതെ തൊണ്ട കീറിയ പാട്ടാവില്ല. മോൻ ആദ്യം സാധകം ചെയ്യണം. മോൻ അറിയോ, മോന്റെ പ്രായത്തിൽ ഞാനൊക്കെ പുലർച്ചെ എഴുന്നേറ്റ് കഴുത്തറ്റം വെള്ളത്തിൽ കിടന്നായിരുന്നു സാധകം ചെയ്യാറ്. ഈ ഭാഗവതരങ്കിള് നാളെ വരാം. ഇന്ന് ഇത്രയും മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. അയ്യോ, ഓടി വരണേ. എന്താടി പ്രശ്നം? ദേ, നമ്മുടെ ടിന്റുമോൻ കിണറ്റിൽ വീണു. മോനെ എന്തു പറ്റി? എങ്ങനെയാ കിണറ്റിൽ വീണത്? നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ സാധകം ചെയ്യാം. ആറ്റിലും തോട്ടിലും ഒന്നും വെള്ളമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങ് പോന്നു. കാട്ടിലെ പാൽമൂഴം തണ്ടിൽ നിന്നും കാട്ടിന്റെ പാലാഴി തീർത്തവനേ. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. എന്തച്ചാ, പ്ലീസ് അച്ഛാ, ഒന്ന് പോട്ടെ അച്ഛാ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇല്ല. സാരല്ലെന്നീ, അവൻ ആ സിനിമയ്ക്ക് ഒന്നുകൂടെ പോയിക്കോട്ടെ. നമ്മുടെ ടിന്റുമോനല്ലേ. സാധ്യമല്ല. ഒരു സിനിമ ഒരു തവണ കണ്ടാ മതി. അച്ഛൻ പേടിക്കണ്ട, സിനിമ ടൗണിന്ന് മാറി ഇപ്പൊ റീഗൽ ടാക്കീസിലാ കളിക്കുന്നത്. പകുതി ചാർജേ ഉള്ളൂ. ആ കാരണം കൊള്ളാം. എന്നാലും വേണ്ട. നിനക്ക് കഴിഞ്ഞ കണക്ക് പരീക്ഷയ്ക്ക് എത്രയാ മാർക്ക് കിട്ടിയത്? അത് ആദ്യം മോൻ കണക്ക് പരീക്ഷ പാസ്സാവ്, എന്നിട്ടാവാം സിനിമ. അല്ല, നാളെയല്ലേ നിനക്ക് കണക്കിന്റെ ക്ലാസ് ടെസ്റ്റ്? അതിൽ നീ പാസ്സായാൽ നാളെ തന്നെ നിനക്ക് സിനിമയ്ക്ക് പോവാം, ഉറപ്പ്. അങ്ങനെ വേണോ അച്ഛാ? ക്ലാസ് ടെസ്റ്റ് വരും പോകും വീണ്ടും വരും. പക്ഷെ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് പോയാ പിന്നെ വരില്ല അച്ഛാ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? നീ ക്ലാസ് ടെസ്റ്റിൽ കണക്ക് പരീക്ഷയ്ക്ക് പാസ്സായ നിനക്ക് തീർച്ചയായും സിനിമയ്ക്ക് പോവാം. പക്ഷേ എനിക്കത്ര ഉറപ്പ് പോരാ. മോനെ, ക്ലാസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ആ, കഴിഞ്ഞമ്മേ. അങ്ങനെ ഈ ടൈമിൽ എല്ലാ ടെസ്റ്റും കഴിഞ്ഞല്ലോ. സന്തോഷായില്ലേ? എന്ത് സന്തോഷം! എല്ലാ ടെസ്റ്റും കഴിഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചു വരികയായിരുന്നു. അപ്പളാ ഉഷ ടീച്ചർ വിളിച്ചു പറയുന്നത് നാളെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടെന്ന്. ഞാനാണെങ്കിൽ ബ്ലഡിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. എടാ മണ്ട, ബ്ലഡ് ടെസ്റ്റിന് നീ ഒന്നും പഠിക്കണ്ട. നിന്നെ കുത്തി അവർ രക്തം എടുക്കും, എന്നിട്ട് അത് പരിശോധിക്കും. അത്രേ ഉള്ളൂ. എന്നെ കുത്തിയാ ഞാനും കുത്തും. ടിന്റുമോനോടാ കളി. ഓ, ഇവനെ കൊണ്ട്. എടാ, ബ്ലഡ് ടെസ്റ്റിന് നീ പ്രത്യേകം പഠിക്കൊന്നും വേണ്ട. ഓ, ഒരു പ്രത്യേകം പഠിക്കുന്ന ഒരാള്. നിന്റെ കണക്ക് പരീക്ഷയുടെ റിസൾട്ട് എന്തായി? ഓ, എനിക്ക് സിനിമ കാണോ യോഗ ഇല്ല അച്ഛാ. സാരില്ല, അച്ഛൻ വിഷമിക്കണ്ട. ആ സങ്കടം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാ. എന്റെ കുറ്റം അല്ല അച്ഛാ. ഈ കണക്ക് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട സബ്ജക്റ്റാ. മീഞ്ഞാന്ന് സാറ് പറഞ്ഞു 5 5 10 എന്ന്. ഇന്നലെ അതേ സാറ് തന്നെയാ പറയുന്നത് 7 3 10 എന്ന്. ഇന്നാ സാറ് വീണ്ടും പറയാ 8 2 10 എന്ന്. എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്നതാ. ഞാൻ പരീക്ഷ എഴുതാതെ ഇറങ്ങി പോന്നു. മനുഷ്യനായ ആദ്യം
ആദ്യം വാക്കിന് സ്ഥിരത വേണം. ഓ അപ്പൊ നീ വീണ്ടും തോറ്റു അല്ലേ? എടാ വിവരദോഷി, അത് കണക്കിന്റെ കുറ്റമോ കണക്ക് മാഷിന്റെ കുഴപ്പമോ അല്ല. ആ പറഞ്ഞത് ശരി തന്നെയാ. എന്തൊക്കെ ആയാലും അച്ഛാ, എനിക്ക് വലുതായ ഒരു കണക്ക് മാഷ ആവാനാ ആഗ്രഹം. കണക്കിന് നേരാൻ വണ്ണം പാസ്സാവാത്ത നീയാ കണക്ക് മാഷാവാൻ പോകുന്നത്. ഏറിപ്പോയാ നിനക്കൊരു മലയാളം മാഷാവും. അച്ഛൻ നോക്കിക്കോ, ഞാൻ എങ്ങനെങ്കിലും പഠിച്ചൊരു കണക്ക് മാഷാവും. എടാ നിനക്ക് കണക്ക് മാഷാവാൻ ഇത്രയും താല്പര്യം എന്താ? ഇംഗ്ലീഷ് മാഷോ മലയാളം മാഷോ ആയ ദിവസം 1 മണിക്കൂറെങ്കിലും വായ കീറി ക്ലാസ് എടുക്കണം. കണക്ക് മാഷായ ക്ലാസ്സിൽ വരും, ഒരു കണക്കിട്ട് തരും, പിന്നെ ഒറ്റ ഉറക്കം. എന്തു സുഖം! ഓ എനിക്ക് ആ ചാക്കോ മാഷെ കാണുമ്പോ അച്ഛാ കൊതിയാവും. Digimon rocks. TNT rocks. Digimon rocks. TNT rocks. ശോ, വെറുതെ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നു. ഒന്ന് സംസാരിക്കാൻ പോലും ഒരുത്തനെയും കിട്ടുന്നില്ലല്ലോ. എടാ ചിഞ്ചു, നിങ്ങളിത് എങ്ങോട്ടാ? ഇവിടെ വാ, നമുക്ക് എന്തെങ്കിലും മിണ്ടി മറിഞ്ഞിരിക്കാം. വേണ്ട മോനെ, ഞാനില്ല. നിന്നോട് കൂട്ടുകൂടണ്ടെന്നാ എന്റെ അമ്മ പറഞ്ഞത്. അതെ അതെ, എന്നോടും പറഞ്ഞു. നിന്നോട് കൂട്ടുകൂടിയാൽ ഞങ്ങളും ചീത്തയായി പോവുമെന്ന്. അങ്ങനെയൊന്നും ഈ ടിൻറ്റുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ. എടാ ചിഞ്ചു, ഹോംവർക്ക് ചെയ്യാതെ എങ്ങനെ ക്ലാസ്സിൽ കയറുമെന്ന് ആലോചിച്ച് നിന്നപ്പോ ടിക്കറ്റുമായി വന്ന് നിന്നെ ഫിലിമിന് കൊണ്ടുപോയവൻ ടിൻറ്റു. ടുണ്ടുമോൾക്ക് ലവ് ലെറ്റർ എഴുതണമെന്ന് പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ നിന്നെ ലവ് ലെറ്റർ എഴുതാൻ സഹായിച്ചവൻ ടിൻറ്റു. നിനക്ക് ടീച്ചറെ പറ്റിക്കാൻ മിസ് കോളിന് പകരം മെസ്സേജ് അയക്കാൻ 10 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തന്നവൻ ടിൻറ്റു. എടാ ദീപു, എക്സാമിനൊരു കുന്തവും എഴുതാൻ കിട്ടാതെ അട്ട നോക്കി ഇരുന്നപ്പോ നിന്നെ കോപ്പിയടിക്കാൻ പഠിപ്പിച്ചവൻ ടിൻറ്റു. ഒടുവിൽ നീ സ്നേഹിച്ച പെണ്ണ് നിന്നെ ഉപേക്ഷിച്ചപ്പോൾ വിട്ടുകളയടാ മച്ചു, നമുക്ക് അടുത്തേന് പിടിക്കാമെന്ന് പറഞ്ഞവൻ ടിൻറ്റു. ചെറ്റത്തരങ്ങൾ ചെയ്തു കൂട്ടാൻ ടിൻറ്റുവിന്റെ ജീവൻ ഇനിയും ബാക്കി. ടിൻറ്റുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ, ആവില്ല. അവര് പോയോ? ഞാൻ ലേശം ഓവറായോന്നൊരു സംശയം. ആ പോട്ടെ, നമുക്ക് മിണ്ടാനും പറയാനും വേറെ ആരെങ്കിലും കിട്ടും. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും അടുത്ത ആള് വന്നല്ലോ. Excuse me, how many miles to Munnar? ഈശ്വര, പെട്ടു. ഇത് ഇംഗ്ലീഷ് ആണല്ലോ. Munnar, എത്ര മൈൽസ് ഉണ്ട്? സായിപ്പേ, there is no miles in Munnar. Some anas, kaduvas and കാട്ടുപന്നീസ്. No miles. Digimon rocks. TNT rocks. Digimon rocks. TNT rocks. തൊട്ടാവാടി ഗ്രാമത്തിൽ കടുവയിറങ്ങി. കടുവയുടെ ആക്രമണത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 9 പേരും കുട്ടികളാണ്. കടുവയെ പിടികൂടുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്... ടിൻറ്റുമോനെ, എടാ ടിൻറ്റുമോനെ, നീ എവിടെയാ? ഞാൻ കളിക്കുക. പുറത്തോട്ട് ഇറങ്ങരുത്. എടാ നാട്ടിൽ കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന്. നീ ഇങ്ങോട്ട് അകത്തേക്ക് പോര്. അച്ഛാ, ഇവിടെ ഒരു പൂച്ച. ഞാനതിനെ നോക്കിയിരിക്കുക. പൂച്ച കടിക്കോ? പൂച്ച പ്രശ്നമല്ല, പക്ഷേ കടുവ കടിക്കും. പക്ഷേ ഈ പൂച്ചക്ക് എന്തൊരു വലിപ്പാ. എവിടെയാടാ വലിയ പൂച്ച? ഇതായിരിക്കുന്നു വലിയ പൂച്ച. അയ്യോ കടുവ, അയ്യോ കടുവ, കടുവ. എന്താടാ ടിൻറ്റുമോനെ നീ ഇങ്ങനെ? ആ കടുവ നിന്നെ കടിച്ചു തിന്നായിരുന്നല്ലോ. ദൈവം കാത്തു. അച്ഛൻ ആ നേരം വന്നതാ പ്രശ്നമായത്. ഒരു വിധത്തില് ഞാനതിനെ അടുത്തേക്ക് കൊണ്ടുവന്നതായിരുന്നു. നശിപ്പിച്ചു. നീ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വേഗം റെഡി ആയിക്കോ. കുറച്ച് ദിവസം അമ്മാവന്റെ വീട്ടിൽ പോയി നിൽക്ക്. കടുവയെ പിടികൂടിയിട്ട് വന്നാ മതി. വേണ്ട അച്ഛാ, ഞാൻ കടുവയെ ഒന്നും ചെയ്യാതെ ഇവിടെ ഇരുന്നോളാം. അമ്മാവന് ബുദ്ധിമുട്ടാവും. വേണ്ട, ഒന്നും പറയണ്ട. റെഡിയാവൂ. ആഹാ, കയറി വരൂ. കുറച്ചായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അമ്മാവ, ആകെ പ്രശ്നമാ. നാട്ടില് കടുവ ഇറങ്ങി. കടുവയെന്ന് പറഞ്ഞാ ഭയങ്കര കടുവയാ. ഞാൻ നേരെ കണ്ടു. അതിനെ പിടിച്ചു തരണമെന്ന് പറയാനായിരിക്കും വന്നത്. അമ്മാവനാരാ? ശിക്കാരി ശംഭുവാ? മിണ്ടാതിരിയടാ അമ്മാവാ. അമ്മാവനോട് മിണ്ടാതിരിയടെന്നോ? അതല്ല അമ്മാവാ, ഇവനെ കുറച്ചു ദിവസം ഇവിടെ താമസിപ്പിക്കണം. ഏത് സമയവും പുറത്ത് തെണ്ടി തിരിഞ്ഞു നടക്കും. കടുവ പിടിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്പം വികൃതിയുണ്ട്.
പട്ടാളച്ചിട്ടയിലൂടെ അതൊന്ന് ശരിയാക്കി തരണം. അതൊക്കെ ഞാൻ ഏറ്റു, നീ ധൈര്യമായിട്ട് പോ. ആവൂ, അങ്ങനെ ആ കാര്യം ശരിയായിടി. അമ്മാവന്റെ അടുത്താവുമ്പോ അവൻ വേഗം നന്നായിക്കോളും. അമ്മാവന് മാത്രമേ അവന് പേടിയുള്ളൂ. അച്ഛാ, ഞാൻ വന്നു. എടാ, ഇന്ന് കാലത്ത് പോയതല്ലേ ഉള്ളൂ, ഉച്ചയാകുമ്പോഴേക്ക് നീ ഇങ്ങ് വന്നല്ലോ. സത്യം പറയടാ, അമ്മാവൻ അറിയാതെ നീ ചാടിപ്പോന്നതല്ലേ? അമ്മാവൻ തന്നെയാ എന്നെ പിടിച്ചുകെട്ടി ഇവിടെ കൊണ്ടുവന്നത്. പഠിക്കലെത്തിയപ്പോ കെട്ടഴിച്ചു വിട്ട് ഒരു കത്തെന്റെ കയ്യിൽ തന്ന് ഓടിക്കളഞ്ഞു. കത്തോ? എവിടെ? ദാ, ഞാൻ തന്നെ വായിക്കാം. പ്രിയപ്പെട്ട മരുമകന്, കടുവയെ പേടിച്ചു കൊണ്ടുവന്ന മകനെ ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു. പകരം ആ കടുവയെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക. ഞാൻ മെരുക്കിക്കോളാം. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. അയ്യോ, ഈ ചേട്ടന്റെ മുണ്ടഴിഞ്ഞു പോയത് അയാൾ അറിഞ്ഞില്ലേ? ചേട്ടാ, മുണ്ടുപോയി. നോ, മുണ്ട് പോയതല്ല, മുണ്ടില്ല. ഇത് ബർമുടയാണെടാ. എടാ, എന്നെ മനസ്സിലായില്ലേ? എടാ, ഞാൻ ജോസഫ് ഏട്ടനാ, തെക്കേതിലെ. അയ്യോ, അമേരിക്കയിൽ നിന്ന് വന്ന ജോസഫ് ഏട്ടൻ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തൊക്കെയുണ്ട് ചേട്ടാ അവിടുത്തെ വിശേഷങ്ങൾ? അതൊക്കെ പറയാം, നീ വാ. ലെറ്റ്സ് വാക്ക് ലിറ്റിൽ ടൈം. എന്താ പറഞ്ഞേ? എടാ, നമുക്ക് അല്പം നടക്കാമെന്ന്. നീ ഇപ്പോഴും ഇംഗ്ലീഷിന് വളരെ പിന്നോട്ടാണല്ലേ? എന്താന്നറിയില്ല ചേട്ടാ, എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ല. ഇംഗ്ലീഷ് വളരെ മോശം ഭാഷയാണ്. ഒരു അടി വെച്ച് തരും. ഇംഗ്ലീഷ് മോശമാണെന്ന് ആരാടാ പറഞ്ഞത്? ടെൽ മീ. ഡൾമയല്ല, ഇംഗ്ലീഷ് മോശമാണെന്ന് പറഞ്ഞതേ എന്റെ ഇംഗ്ലീഷ് സാറിനെയാ. സാർ എപ്പോഴും പറയും, എടാ ടിൻറ്റു, ഇംഗ്ലീഷ് വളരെ മോശമാണല്ലോ എന്ന്. ഏതായാലും നമുക്കൊന്ന് നടന്നു വരാം. ഇത് റോഡാണോ തോടാണോ? മഴക്കാലത്ത് തോട്, അല്ലാത്തപ്പ കുഴി. റോഡ് മാത്രമില്ല. അമേരിക്കയിലായിരുന്നെങ്കിൽ ഒരു പോറലോർ ഉണ്ടാവില്ല റോഡില്. ഇവിടെ ആർക്കും ഒരു ശ്രദ്ധയുമില്ല. ചേട്ടൻ അത് മാത്രം പറയരുത്. ഇവിടെ കൊച്ചു കുട്ടികൾ പോലും വളരെ ശ്രദ്ധയോടെ റോഡിലൂടെ നടക്കുന്നത്. ശ്രദ്ധയില്ലായിരുന്നെങ്കിൽ എപ്പ കാറ്റ് പോയി എന്ന് ചോദിച്ചാൽ മതി. അമേരിക്കയേക്കാൾ ബെസ്റ്റാ ഞങ്ങള്. കണ്ടോ, ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് എത്ര മോശമാണെന്ന് നോക്കിക്കേ. അമേരിക്കയിലായിരുന്നെങ്കിൽ ഒരു കടലാസ് കഷ്ണം പോലും വഴിയിൽ കാണില്ല. എന്റെ ചേട്ടാ, ഞങ്ങൾ മലയാളികൾ ഭൂമിയിലെ സകല ജീവികളെയും സ്നേഹിക്കുന്നതാ. ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിൽ കൊതുകുകൾ എങ്ങനെ മുട്ടയിട്ട് പെരുകും? എലികൾക്ക് എവിടുന്ന് ഭക്ഷണം കിട്ടും? പുഴുക്കളും പ്രാണികളും എങ്ങനെ ജീവിക്കും? സജീവികൾക്കും ജീവിക്കണ്ടേ? വെറുതെയല്ല ഇവിടെ അസുഖങ്ങൾ പെരുകുന്നത്. നാട്ടുകാർക്ക് അസുഖം ഇല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട ഡോക്ടർമാരെങ്ങനെ ജീവിക്കും? കാശുണ്ടായിട്ട് കാര്യമില്ല ചേട്ടാ. സജീവ സ്നേഹം വേണം, സജീവ സ്നേഹം. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. What a world the situation will be. He gonna make you smile. Da 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 da. Just go blah blah blah. Digimon rocks. നടന്ന് നടന്ന് കാല് കുഴഞ്ഞു. ഇനി ഒരു ഓട്ടോ വിളിച്ചു പോവാ. ഏയ് ഓട്ടോ ചേട്ടാ, കരവശ്ശേരിക്ക് പോവോ? പോവല്ലോ, പക്ഷെ മീറ്റർ കാശും പകുതിയും തരണം. ഏയ് അതൊന്നും പറ്റില്ല. പോയേ പോയേ. അല്ല പിന്നെ, മീറ്റർ കാശും ഈ ചോക്ലേറ്റിന്റെ പകുതിയും എനിക്ക് തന്നെ ഒരു പകുതിയാ കിട്ടിയത്. ഇനി ഇതിന്റെ പകുതി അവന് കൊടുക്കാനിട്ടാ. ചേട്ടാ, നിർത്ത്. ചേട്ടാ, കരവശ്ശേരിക്ക് പോവോ? പോവും. പിന്നൊരു കാര്യം, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ ചോക്ലേറ്റിന്റെ പകുതി വേണോ എന്ന് പറയരുത്. ഞാൻ തരില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. ആ മിഠായിയുടെ പകുതി ഒന്നും എനിക്ക് വേണ്ട. എന്നാ പോവാ. ചേട്ടന്റെ വീട് എവിടെ? അത്തോളി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ഭാര്യയും 2 കുട്ടികളും. മോന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിലും നാട്ടിലും ഒക്കെ ഒറ്റ പേരേ ഉള്ളൂ. നല്ല ചീത്തപ്പേര്. അത് മോനെ കണ്ടപ്പോഴേ തോന്നി. എന്താ ചേട്ടൻ തമാശ പറഞ്ഞതാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ വേണ്ടട്ടോ, അധികം തമാശയൊന്നും വേണ്ട. വലിയ തമാശക്കാരൻ വന്നിരിക്കുന്നു. നിർത്ത്. മോനെ, ഇത് കാരപ്പറമ്പ് എത്തിയതേ ഉള്ളൂ. കരുവശ്ശേരിക്ക് ഇനിയും 2 കിലോമീറ്റർ പോണം. എനിക്ക് ഇവിടെ ഇറങ്ങിയാ മതി. എത്രയായി? 100 രൂപ. ഈശ്വരാ, എന്ത് 100 രൂപയോ? എടോ, 100 രൂപയ്ക്ക് കൊച്ചിക്ക് പോവാലോ. എന്നാ മോൻ കേറ്, ഞാൻ കൊച്ചിയിൽ ഇറക്കി തരാം. വേണ്ട, അധികം തമാശിക്കണ്ട. ദാ 50 രൂപയുണ്ട്. എന്ത്? 50 രൂപയോ?
എടാ ചെക്ക, നീ ഇവിടെ വരെ സുഖിച്ചിരുന്നതല്ലേ? എന്നിട്ട് 50 രൂപ, 100 രൂപ തന്നെ വേണം. ആഹാ, ഞാൻ മാത്രല്ലല്ലോ, താനും ഇവിടം വരെ സൂചിച്ചിരുന്നില്ലേ? തന്റെ കാശ് എന്നാ ഞാൻ തരുന്നേ. കളിക്കല്ലേ, ടിൻറ്റുവാനോട് കളിക്കല്ലേ. എന്താ പ്രശ്നം? ചേട്ടാ, ചേട്ടൻ ഈ ബോർഡ് കണ്ടോ? 50 രൂപയ്ക്ക് എന്ത് വാങ്ങിയാലും ഒരു ടീഷർട്ട് ഫ്രീ എന്ന് എഴുതിയത് കണ്ടില്ലേ? എന്നിട്ട് ഇയാൾ എനിക്ക് ടീഷർട്ട് തന്നില്ല. എന്താടോ ഇത്? തനിക്ക് നാണോ ഇല്ലേ ഇതുപോലെ കുട്ടികളെ പറ്റിക്കാൻ? എടോ, താൻ കാര്യം അറിയാതെ സംസാരിക്കരുത്. അയ്യോ, അവൻ 500 രൂപയ്ക്ക് എന്താ വാങ്ങിയതെന്ന് കൂടെ ചോദിക്ക്. ആട്ടെ, മോൻ 500 രൂപയ്ക്ക് എന്താ വാങ്ങിയത്? ഞാന് 500 രൂപയ്ക്ക് ചില്ലറ വാങ്ങി. എന്നിട്ടും ഇയാൾ എനിക്ക് ടീഷർട്ട് തന്നില്ലെങ്കിൽ Digimon rocks. TNT rocks. ദൈവമേ, ആഴ്ചയിൽ 2 തവണ ശനിയും ഞായറും ഉണ്ടാക്കണേ. ഞാൻ ഇന്നേ വരെ എന്റെ ഡുണ്ടുമോൾക്ക് വരെ പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാനാ ഇപ്പൊ ഉറുമ്പിന്. Situation will be, he gonna make you smile. Da-da-da. 3 വിക്കറ്റും വീണാലേ ഞാൻ ഔട്ടാവും. ആരെയാ കാണേണ്ടതെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് വിളിച്ചു കാണിച്ചു തരും കേട്ടോ. എനിക്ക് ദൈവത്തെ കാണണം. എന്താ കാണിച്ചു? Digimon rocks. TNT rocks. എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ വേണം സാർ. സംഗീതം എന്ന് പറയുന്നത് ദൈവമാണ്. മോൻ കേട്ടിട്ടില്ലേ? സഫറോ കി ജിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാതാ ഹൈ. TNT rocks. Digimon rocks. മോന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിലും നാട്ടിലും ഒക്കെ ഒറ്റ പേരേ ഉള്ളൂ, നല്ല ചീത്തപ്പേര്. Digimon rocks. TNT rocks. Digimon rocks. Digimon rocks. TNT rocks. Digimon rocks. TNT rocks. അരെ സാബ്, കോയി ഹേ, കോയി ഹേ? ആരാ മോനെ ഉമ്മറത്ത്? അമ്മേ, അതാരോ കോഴിയെ വിൽക്കാൻ കൊണ്ടുവന്നതാ. കോഴി അച്ഛൻ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടെന്ന് അയാളോട് പറഞ്ഞേക്ക്. കോഴി മിൽക്കയാ, കോഴി മിൽക്കയാ. അരെ സാബ്, കോയി ഹേ? ഇയാളെ എവിടുത്തെ ഹിന്ദിക്കാരനാ? ഹിന്ദി പറഞ്ഞാലും മനസ്സിലാവില്ലേ? സാബ്, എടോ, തന്നോടല്ലേടോ പറഞ്ഞത് കോഴി വീടുണ്ടെന്ന്? കോഴി മിൽക്കയാ. ഹിന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല. താൻ ശരിക്കും ഹിന്ദിക്കാരൻ തന്നെയല്ലേ? സാബ്, കോയി ഹേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. ഹോ, അത് ശരി. അങ്ങനെ മര്യാദക്ക് പറയണ്ടേ? അമ്മേ, ഇയാള് കോഴിയെ വിൽക്കാൻ വന്നതല്ല. നമ്മളൊക്കെ ഉണ്ടോ എന്നറിയാൻ വന്നതാ. ഇല്ല, ഞങ്ങൾ ഉണ്ണാൻ പോകുന്നേ ഉള്ളൂ. അതായത് ഹം ഉണ്ണാൻ പോവൽ ഹേ. ഹോ, ഈ സർക്കാരിന്റെ ഓരോരോ പുരോഗതി. നമ്മൾ ഓരോരുത്തരും ഉണ്ടോ എന്നറിയാൻ തന്നെ ആൾക്കാരെ ഏർപ്പാടാക്കിയിരിക്കുക. മോനെ, ഇത് ആ ഉണ്ണൽ നഹി, അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നാണ്. അകത്തുള്ളത് എന്റെ അമ്മ. ഇപ്പൊ പുറത്തുള്ളത് ഈ ടിൻറ്റുമോൻ. ഞങ്ങൾ 2 പേരും ഉണ്ടിട്ടില്ല. ചേട്ടൻ എന്താ വേണ്ടത്? മുझे कुछ काम चाहिए സാബ്. പനി വേണം, പനി. എന്ത് പനിയായാലും സാരമില്ല. താൻ ആള് കൊള്ളാലോ. അമ്മേ, ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ആളല്ല. ഇയാൾക്ക് പനിയാണ് വേണ്ടത് പോലും. കഴിഞ്ഞ മാസം വന്നിരുന്നെങ്കിൽ തരായിരുന്നു. എന്റെ മുത്തശ്ശ 2 ആഴ്ചയാ ഡെങ്കിപ്പനി പിടിച്ചു കടന്നത്. ഇപ്പൊ ഇവിടെ ആർക്കും പനിയില്ല. എടാ, അയാൾക്ക് എന്തെങ്കിലും ജോലി വേണോന്നാ പറഞ്ഞത്. അയാൾക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ എന്ത് ജോലിയും നമുക്ക് ചെയ്യിക്കാം. ഇവിടുന്ന് ഒരാളെ വിളിച്ചാൽ 400 രൂപയാ കൂലി. യഹാം കാം ഹേ, ഇവിടെ ജോലി തരാം. ടീക്കേ? ശുക്രിയ മാം സാബ്, ശുക്രിയ, ശുക്രിയ. അയാൾക്ക് നമ്മുടെ വിറകുപുര കാണിച്ചു കൊടുക്ക്. എടോ, തനിക്ക് മലയാളം അറിയാമോ? കുറച്ച് കുറച്ച് അറിയാം. ആ, കുറച്ച് അരിഞ്ഞാ മതി. ബാക്കി ഞാൻ അരിഞ്ഞോളാം. ഇതാണ് തന്റെ മുറി. ഇന്ന് റെസ്റ്റ് എടുത്തോ. നാളെ മുതൽ ജോലി തരാം. ടീക്കേ? ശുക്രിയ സാബ്, ശുക്രിയ. ഇതാ, ഇത് വെച്ചോ. ഇതെന്താ പച്ച ബുർക്ക? ഇത് മുറുക്കും മിച്ചറൊന്നുമല്ല, കൊതുക് തിരിയാ. ഇതില്ലെങ്കിലേ കൊതുക് തന്നെ കൊണ്ട് ബോംബേക്ക് പറക്കും. സാബ്, मैं जा रहा हूं. ഞാൻ പോകുന്നു. എനിക്ക് ഈ മുറിയിൽ താമസിക്കാൻ പറ്റില്ല. എന്തു പറ്റി? താൻ കൊതുക് തിരി കത്തിച്ചില്ലേ? കൊതുക് തിരി മാത്രം പോരാ സാബ്, എലിത്തിരിയും വേണം. ആ മുറി മുഴുവൻ എലികളാണ്. ശബ്ദം കാരണം എനിക്ക് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എലികളോ? തമാശ പറയാതെ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല.
ഞാൻ കണ്ടതാണ് സാർ, മേനെ ദേഖ. നല്ല മുട്ടൻ എലികൾ. എടോ താൻ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ആ മുറിയിൽ ഒരിക്കലും എലികൾ ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. സ്വപ്നം നെഹി സാബ്, സ്വപ്നം നെഹി, മേനെ ദേഖ. ഞാൻ കണ്ടതാ. തനിക്ക് തോന്നിയതായിരിക്കും. എലികൾ ഇല്ല എന്ന് സാബിനെന്താ ഇത്ര ഉറപ്പ്? എടോ മൂർഖനും അണലിയും ചേരയും ഇതൊക്കെയുള്ള മുറിയിൽ എങ്ങനെയാണോ എലികൾ ഉണ്ടാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാൻ, Digimon rocks. D&D rocks. Digimon rocks. D&D rocks. എടാ ടിൻഡു, നീ എവിടെയാ? അമ്മേ, ഞാനിവിടെ പുറത്തുണ്ട്. എടാ, നീ നമ്മുടെ ഗ്രേസി ആന്റിയുടെ വീട് വരെ ഒന്ന് പോണം. എന്തിനാ? അവർക്ക് ഭയങ്കര ഗമയാ. ഓ, ഗമയൊന്നും ഇല്ലടാ. നമ്മുടെ പറമ്പിൽ ധാരാളം പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. നീ കുറച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അവരൊരു പാവമാ. പാവായതുകൊണ്ടാണോ പാവയ്ക്ക? ദാ പിടിക്ക്. പോവാൻ വരട്ടെ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അവിടെ ചെന്നാൽ നല്ല അന്തസ്സായി പെരുമാറണം. ആന്റി നന്നായി പെരുമാറിയ അവിടുത്തെ അങ്കിളിന്റെ നടു ഒടിഞ്ഞതെന്ന് നാട്ടാരും അറിയുന്നു. അങ്ങനെയൊന്നും പറയരുത്. കഥ കടച്ചിരിക്കുകയാണെങ്കിൽ കോളിംഗ് ബെൽ അമർത്തണം. അല്ലാതെ ചെന്ന പാടെ ചടപടാന്ന് കഥയിൽ മുട്ടരുത്. ഓക്കെ. ഇരിക്കാൻ പറയാതെ ഇരിക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവര് ശ്രദ്ധിക്കും. ഓഹോ, അങ്ങനെയാണോ? വലിയ സൽക്കാരപ്രിയയാണ്. കുറെ പലഹാരങ്ങളൊക്കെ വിളമ്പി വെക്കും. വാരി വലിച്ചു തിന്നരുത്. ഒരു കഷ്ണം ബിസ്ക്കറ്റ് മാത്രം കഴിക്കുക, കേട്ടോ? അമ്മേ, അത് കുറെ കൂടുതലല്ലേ? കൂടുതലല്ല, കുറച്ച്, ഒരു കഷ്ണം. ഇതിലും ഭേദം ഞാൻ പോവാത്തതാ. എന്നാ പിന്നെ സമയം കളയാതെ പോവാൻ നോക്ക്. അയ്യോ, വന്നത് വെറുതെ ആയോ? ഗ്രേസി ഇല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നല്ലോ. ഏതായാലും വന്ന സ്ഥിതിക്കൊന്ന് കേറി നോക്കാം. കഥ കടച്ചിരിക്കുകയാണെങ്കിൽ കോളിംഗ് ബെൽ അമർത്തണം. അല്ലാതെ ചെന്ന പാടെ ചടപടാന്ന് കഥയിൽ മുട്ടരുത്. അല്ല, ഇതാര് ടിൻഡുമോനോ? ആന്റി ഇവിടെ ഉണ്ടായിരുന്നു. പുറത്ത് ഗ്രേസി ഇല്ല എന്ന് എഴുതി വെച്ചപ്പോ ഞാൻ കരുതി ആന്റി ഇവിടെ ഉണ്ടാവില്ലാന്ന്. അയ്യോ മോനെ, അത് ഗ്രേസി ഇല്ലാന്നല്ല, ഗ്രേസി വില്ലാന്നാ വീടിന്റെ പേരാ. അതങ്ങനെയും വായിക്കുമല്ലേ? ഇതാ ഈ പാവയ്ക്ക് ഇവിടെ തരാൻ അമ്മ പറഞ്ഞു. ഓ, സോ നൈസ് ഓഫ് യു. മോൻ അകത്തേക്ക് വരൂ. എന്താ മോനെ ഇരിക്കാത്തത്? ഇരിക്കൂ. ആന്റി ഇരിക്കാൻ പറയാതെ ഇരിക്കരുതെന്ന അമ്മ പറഞ്ഞത്. ഗുഡ് ബോയ്. മോൻ ഇരിക്കേ, ആന്റി ഇപ്പൊ വരാം. ദൈവമേ, ഇപ്പൊ സൽക്കാരം തുടങ്ങും. എനിക്ക് കൺട്രോള് തരണേ. ടിൻഡു, ദാ കുറച്ച് പലഹാരം കഴിക്കൂ. വലിയ സൽക്കാരപ്രിയയാണ്. കുറെ പലഹാരങ്ങളൊക്കെ വിളമ്പി വെക്കും. വാരി വലിച്ചു തിന്നരുത്. ഒരു കഷ്ണം ബിസ്ക്കറ്റ് മാത്രം കഴിക്കുക, കേട്ടോ? നീ അവിടെ ചെന്നിട്ട് അമ്മ പറഞ്ഞ പോലെ നല്ല അന്തസ്സായി പെരുമാറിയില്ലേ? ഞാൻ ആദ്യം കോണിംഗ് ബെൽ അമർത്തി. അവർ വാതിൽ തുറന്നു. ആന്റി ഇരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഇരുന്നു. പലഹാരം കൊണ്ടുവന്നപ്പോ ഒരു കഷ്ണം ബിസ്ക്കറ്റ് മാത്രം ഞാൻ തിന്നു. അമ്മ പറഞ്ഞ എല്ലാ കാര്യവും നിനക്ക് ഓർമ്മ വന്നല്ലോ. നല്ല കുട്ടി. ഒഴിഞ്ഞ ബാസ്ക്കറ്റിനെന്താ ഇത്രയും കനം? നീ ഇതിലെ മുഴുവൻ പാവയ്ക്കും കൊടുത്തില്ലേ? Digimon rocks. D&D rocks. ദ്രോഹി, ചതിച്ചോ? എന്താടാ ഇത്? അമ്മയല്ലേ എപ്പോഴും പറയാറ് ഭക്ഷണം വേസ്റ്റ് ആക്കരുതെന്ന്. എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഞാനെല്ലാം കൂടെ പെറുക്കി കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. എത്ര നേരായി നോമ്പ് ഇവിടെ ബസ് കാത്തു നിൽക്കണോ? ഇനി വല്ല മിന്നൽ പണി മുടക്കുവാണോ? ഐ, ധാരാത് ടിൻഡുമോനല്ലേ? നാളായല്ലോ കണ്ടിട്ട്. എങ്ങട്ടാ? ഞാൻ എന്റെ അമ്മാവന്റെ വീട് വരെ ഒന്ന് പോവാ. ഹായ് മിടുക്കൻ. എവിടെയാ തന്റെ അമ്മാവന്റെ വീട്? അടുത്ത സ്റ്റോപ്പിലാ. അത് കൊള്ളാലോ. ഞാനും അടുത്ത സ്റ്റോപ്പിലേക്കാ. അയ്യോ, ആ നമ്പൂരി കേറിയിട്ടില്ല. മൂപ്പരി ബസ്സിൽ കയറേണ്ട ആളാ. കണ്ടക്ടർ ചേട്ടാ, ആ നമ്പൂരി കേറിയിട്ടില്ല. അയ്യോ മോൻ ബേജാറാവണ്ട. അത് മൂപ്പരുടെ സ്ഥിര ഏർപ്പാടാ. അയാള് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുക മാത്രമേ ചെയ്യൂ. ബസ് കയറില്ല. അതെന്താ? അതങ്ങനെയാ. എന്നിട്ടേ ഇങ്ങനെ ബസ്സിന്റെ പിറകെ ഓടും. ഇയാൾക്കെന്താ വട്ടാ? വെറുതെ അല്ല നമ്പൂരിമാരുടെ പേരിൽ ഓരോരോ തമാശൊക്കെ ഇറങ്ങണ്. ഈ കണക്കിന് ഞാൻ എത്രയോ ഭേദം.
മോനെ ടിൻഡോ. ഔ. ചേട്ടൻ എന്ത് പണിയാ കാണിച്ചേ? ബസ്സിൽ കേറാതെ ഇങ്ങനെ ബസ്സിന്റെ പിന്നാലെ ഓടിയത് എന്തിനാ? ചേട്ടൻ എന്താ വട്ടാണോ? ഈ വട്ടോ നോമിനോ ഭയങ്കര ബുദ്ധിയാ, കൂർമ്മ ബുദ്ധി. അതുകൊണ്ടല്ലേ നോം ബസ്സിൽ കയറാതെ ഇങ്ങനെ പിന്നാലെ ഓടിയത്. എന്ത് വിട്ടിട്ടാ ചേട്ടാ നിങ്ങൾ ഈ പറയണ്? എടോ കൊശവാ, തനിക്ക് ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിലേക്ക് എത്താൻ ബസ് കാശിന്റെ വകയിൽ എത്ര രൂപ ചെലവായി? 4 രൂപ. തനിക്ക് ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിലെത്താൻ വേണ്ടി 4 രൂപ ചെലവായി. എന്നാലേ നോമിനെ 4 രൂപ ലാഭം, 5 പൈസ ചെലവായില്ല. നോമും തന്നെ പോലെ ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിലേക്ക് എത്തുകയും ചെയ്തു. അതെ, അതാ പറഞ്ഞത്, നോമിന് ഭയങ്കര ബുദ്ധിയാ. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവൂലേ? ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, നാളെ ഇതേ സമയത്ത് ഇതേ ബസ് സ്റ്റോപ്പിൽ നിൽക്ക്. ഇതിനേക്കാളും കാശ് ലാഭിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നാളെ കാണാം. ഹൈ, അത് കൊള്ളാലോ, ചെക്ക കൊള്ളാം. ഇന്ന് 4 രൂപ ലാഭിച്ചു. നാളെ ഇവന്റെ വിദ്യ ഉപയോഗിച്ച് ഒരു 8 രൂപയെങ്കിലും ലാഭിക്കണം. അങ്ങനെ നോമൊരു പണക്കാരനായിട്ട് മാറും. എവിടെ പോയി? ആ ചെക്കനെ കാണാനില്ലല്ലോ. ഈ ബസ്സിന്റെ പിറകെ ഓടണോ? അല്ലേ വേണ്ട, ഇതിനേക്കാളും കാശ് ലാഭിക്കാനുള്ള വിദ്യയുമായി അവൻ വരുമല്ലോ, എന്നിട്ട് തീരുമാനിക്കാം. ചേട്ടാ, ഹൈ, എത്ര നേരമായി നോം നിന്നെ കാത്തിരിക്കണമെന്നറിയോ? ആ കാശ് ലാഭിക്കാനുള്ള വിദ്യ എളുപ്പം ഇങ്ങോട്ട് പറഞ്ഞേ, നോമിന് കേൾക്കാൻ ധൃതിയായി. ഈ ഇരിക്കുന്ന ബാബുചേട്ടന്റെ അതാണ് ഈ ടാക്സി. ബാബുചേട്ടൻ ദിവസം രാവിലെ ഈ സമയത്താ വീട്ടിൽ നിന്ന് ഇതിലെ ടാക്സി സ്റ്റാൻഡിലേക്ക് പോവാ. ഓക്കെ, ബാബുചേട്ടന്റെ ടാക്സി ഇവിടെ എത്തുമ്പോ നമ്പൂരി ചേട്ടൻ ഈ ടാക്സിയുടെ പിന്നാലെ അടുത്ത സ്റ്റോപ്പ് വരെ ഓടണം. ഓ ആയിക്കോട്ടെ. ബസിന്റെ പിന്നാലെ ഓടിയ 4 രൂപയല്ലേ ലാഭിക്കാനാവൂ? ടാക്സിയുടെ പിന്നാലെ ഓടിയാലേ മിനിമം 100 രൂപയെങ്കിലും ലാഭിക്കാം. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. നോക്കൂ ടിൻഡു, നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണെന്ന്. നമ്മൾ പെറ്റമ്മയെ പോലെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം. എന്നിട്ട് വേണം ഈ രാജ്യത്തെ പിടിച്ച് വല്ല വൃദ്ധസദനത്തിലും കൊണ്ടുപോയിടാൻ. ഒന്ന് ചുമ്മായിരി. എടാ, എനിക്ക് രാജ്യസ്നേഹമില്ലെന്നാണോ നീ പറയുന്നത്? എങ്കിൽ നീ നോക്കിക്കോ, ഇന്ന് മുതൽ ഞാൻ ഒരു തരത്തിലുള്ള വിദേശ വസ്തുക്കളും ഉപയോഗിക്കില്ല. നീ എന്തു ചെയ്യും? അച്ഛൻ നോക്കിക്കോ, ഇനി മേലിൽ ഞാനൊരൊറ്റ ഇംഗ്ലീഷ് പരീക്ഷയിലും പാസ്സാവില്ല. രാജ്യസ്നേഹം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. അങ്ങനെ ഇട്ടാ പറ്റില്ലല്ലോ. അച്ഛാ, എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്തരുമോ? ആ, അതൊന്നും വേണ്ട. അച്ഛനല്ല, എനിക്കാ. വാങ്ങിത്തരുമോ? അതൊന്നും ശരിയല്ല ടിൻഡു. അച്ഛനൊന്ന് വയസ്സായിക്കോട്ടെ, വല്ല വൃദ്ധസദനത്തിലും കൊണ്ടുപോയിടും ഞാൻ. അപ്പളേ ഈ അച്ഛൻ പഠിക്കൂ. എന്താടാ വിറുവിറുക്കുന്നത്? ഐസ്ക്രീം കഴിക്കാൻ കൊതിയാവുണ്ടെന്ന് പറയായിരുന്നു. ഒരെണ്ണം മതി അച്ഛാ. നിനക്കിപ്പോ വിശക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ വിശപ്പില്ല, ഒരു കൊതി മാത്രം. എടാ, ആഗ്രഹങ്ങൾ അടക്കി വെക്കാൻ കഴിയുന്നവനാണ് വലിയവൻ. എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാതെ ഇരിക്കാനല്ലേ അച്ഛൻ ആഗ്രഹിക്കുന്നത്? ആ ആഗ്രഹം അച്ഛൻ ആദ്യം അടക്കി വെച്ചാ മതി. അച്ഛാ, എനിക്ക് വയറ് നിറയാനല്ല, ഒന്ന് ടേസ്റ്റ് ചെയ്യാനാ. ടേസ്റ്റ് നോക്കാനാണെങ്കിൽ ഒന്ന് നക്കി നോക്കിയാ പോരേടാ, വെറുതെ കാശ് കളയുന്നെന്തിനാ? എങ്കിൽ അച്ഛൻ ആ കടക്കാരനോടൊന്ന് പറയോ, എന്റെ മോന് നക്കി നോക്കാൻ ഒരു ഐസ്ക്രീം തരുമോന്ന്? അയാൾ സമ്മതിച്ചാ ഞാൻ നക്കാം. എടാ, നമ്മൾ എന്ത് ചിലവാക്കുമ്പോഴും മറ്റുള്ളവരെ ഓർക്കണം. പച്ചവെള്ളം കുടിക്കാൻ കാശില്ലാത്ത പാവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോഴാണോ നീ ഐസ്ക്രീം കഴിക്കുന്നത്? എടാ, രാജ്യസ്നേഹം വേണം, രാജ്യസ്നേഹം. സോറി അച്ഛാ. അച്ഛാ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കുറെ ആളുകൾ നമ്മുടെ രാജ്യത്തില്ലേ? പിന്നെ കോടിക്കണക്കിന്. എന്നിട്ടാണോ അച്ഛാ നമ്മൾ ഈ പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കണ? രാജ്യസ്നേഹം അല്ലേ അച്ഛാ നമുക്ക് വലുത്? ഇന്നു മുതൽ നമുക്ക് ഉടുക്കാതെ നടക്കാച്ചാ. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. എവിടെ ആയിരുന്നു പട്ടി ഇത്രയും കാലം? എടാ, നീ എന്താ വിളിച്ചേ? ചൂടാവാതെ ഈ പട്ടിയെ കുറിച്ചാ ചോദിച്ചേ. ഇവൻ എന്റെ കസിന്റെ വീട്ടിലായിരുന്നു. അച്ഛനിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ ഈ സാധനത്തിനെ കണ്ടൂടാ. ആ, ഒരു പട്ടിക്ക് മറ്റേ പട്ടിയെ പിടിക്കില്ലെന്നാ. പിന്നെ നീ ഇതിനെ കൊണ്ട് എന്തിനാ നടക്കുന്നേ? ഇതിന് 2-ന് പോവാൻ. നിന്റെ വീട്ടിലോട്ട് വരട്ടെ? എന്റെ അമ്മോ, വേണ്ട വേണ്ട വേണ്ട. എടാ ടിൻഡു, എങ്ങോട്ടാ ഈ പുരാവസ്തുവായിട്ട്? എന്താ
ചേട്ടന് വേണോ? ഇത് ഷോക്കേസിൽ വെക്കാം. എന്റെ അമ്മേ വേണ്ട. എടാ ടിൻഡു, കം ഹിയർ. ഫയൽവാൻ കം ഹിയർ, കം ഓൺ. അച്ഛാ, ആരാ അച്ഛാ ഇതിനീ പേരിട്ടത്? എന്റെ അച്ഛൻ ഇട്ടതാ. പണ്ട് ഇവനെ കണ്ടാൽ ഘടിയനായിരുന്നു. ഫയൽവാൻ ഇപ്പൊ വെറും ജാമ്പവാൻ. കൊണ്ടു നടക്കാൻ ഈ നിർഭാഗ്യവാനും. കഷ്ടം. ടിൻഡു, ഇങ്ങനെ ആയാ പറ്റില്ല. ടിൻഡുവിന്റെ മുമ്പില് എങ്ങനെയെങ്കിലും ആളാവണം. ദൈവമേ, സിനിമ കഴിഞ്ഞപ്പോ വല്ലാതെ രാത്രിയായി പോയി. അച്ഛൻ കാണാതെ വീട്ടിലെത്തണം. ആളാകാൻ പറ്റിയ സമയം. ദാ ഒരു കള്ളൻ. നാളെ മുതൽ ഞാൻ ഹീറോ. എന്റെ അമ്മ, എന്നെയോ പൊന്ന പട്ടി കടിച്ചടാ. പട്ടി കടിച്ച ഡോക്ടർ 10 ഇഞ്ചക്ഷനെങ്കിലും എടുക്കണം. 10 ദിവസം ലീവ് എടുക്കാം, കുഴപ്പമില്ല. ഓ, കടിച്ചത് ആ പട്ടിയായത് ഭാഗ്യം. അതിനൊരൊറ്റ പല്ലുമില്ല. അപ്പൊ ഇഞ്ചക്ഷൻ? അതിന്റെ ആവശ്യമില്ല ടിൻഡു, കടി കൊണ്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യ് ഡോക്ടർ. പട്ടിക്ക് പല്ലില്ലാത്ത സ്ഥിതിക്ക് സൂചി ഇല്ലാത്ത സിറിഞ്ചോണ്ട് കുത്തിയാ മതി. എങ്ങനുണ്ട്? Digimon rocks. D&D rocks. Digimon rocks. D&D rocks. സിനിമാ തോരങ്ങളുടെ ഫോൺ നമ്പറുകൾ. താരങ്ങളുടെ ഫോൺ നമ്പറുകൾ. വില പന്ത് 10 രൂപ. മാത്രം കൊള്ളാലോ. ചേട്ടാ, എനിക്ക് ഈ സിനിമാ താരങ്ങളുടെ ഫോൺ നമ്പറുകൾ വേണം. പുസ്തകം 10 രൂപ. ഒരു പേന തരുമോ ചേട്ടാ? ഒരു കഷ്ണം കടലാസ് തരുമോ ചേട്ടാ? ബുക്ക്. താങ്ക് യു. നിനക്ക് പുസ്തകം വേണ്ടേ? പിന്നെ സിനിമാ താരങ്ങളെ വിളിച്ച് നേരം കളയാനല്ലേ എനിക്ക് സമയമുള്ളൂ. എനിക്ക് മോഹൻലാലിന്റെ നമ്പർ വേണമായിരുന്നു, അത് കിട്ടി. താങ്ക് യു. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്റെ കുടുംബം വഴിയാധാരാക്കിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. എന്നെങ്കിലും എനിക്ക് ലൈനിൽ കിട്ടും. എന്താടാ ടിൻഡു, മൊബൈലും പരിച്ചെന്താ പിറുപിറുക്കുന്നത്? ഞാൻ നമ്മുടെ മോഹൻലാൽ ചേട്ടനെ ഒന്ന് വിളിക്കാൻ നോക്കിയതാ, പക്ഷെ കിട്ടുന്നില്ല. മോഹൻലാലിനെയോ? പുള്ളി നിനക്ക് പരിചയമുണ്ടോ? അങ്ങനെ പരിചയമില്ലാത്ത ആരാടോ നമ്മുടെ രാജ്യത്തുള്ള മണ്ടൻ. ഒന്നുമില്ല. നീ എന്തു പറയാനാ വിളിച്ചത്? 2 ചീത്ത പറയാൻ. അയ്യോ, ലാലേട്ടനെ ചീത്ത പറയാനോ? ദേ, ഫാൻസുകാർ കേൾക്കണ്ട, നിന്നെ തല്ലി ഓടിക്കും. എന്താടാ പ്രശ്നം? അങ്ങേരുടെ വാക്ക് വിശ്വസിച്ച് എന്റെ അച്ഛൻ ആകെ നശിച്ചു പോയടാ ദീപു. ദേ, അനാവശ്യം പറയല്ലേ. നിനക്ക് വട്ട അല്ല ദീപു. 1 മാസം മുമ്പേ രാവിലെ ഞാനും എന്റെ അച്ഛനും TV കണ്ടോണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് ലാലേട്ട എലിബാർ ജ്വല്ലറിയുടെ പരസ്യത്ത് പറയുന്നത് അവിടുന്ന് പൊന്നു വാങ്ങണം, അത് വളരെ കേമാണെന്ന്. എന്നിട്ടോ ഉച്ചയായപ്പോ അതേ ടിവിയില് അതേ ചാനലില് മോഹൻലാൽ തന്നെ പറയുക, വീട്ടിൽ സ്വർണം വെച്ച് വെറുതെ നാട്ടിൽ തെണ്ടി നടക്കാതെ കൊണ്ടുപോയി പണയം വെക്കാൻ. അച്ഛൻ എന്തു ചെയ്തു? അച്ഛനാരാ മോൻ. അപ്പൊ തന്നെ സ്വർണം മുഴുവൻ എടുത്ത് മറ്റേപ്പുറം ഫൈനാൻസിൽ കൊണ്ടുപോയി വെച്ച് കാശ് വാങ്ങി. വൈകുന്നേരം ആയപ്പോഴല്ലടാ ദീപു സംഗതി പ്രശ്നമായത്. എന്തു പറ്റി? എന്ത് പ്രശ്ന? വൈകുന്നേരം ആയപ്പോ ടിവിയിലിരുന്ന് ലാലേട്ടനൊരു ചോദ്യം, വൈകിട്ട് എന്താ പരിപാടിന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛൻ അറിഞ്ഞൊരു ഓട്ടം. എവിടേക്ക്? ബാറിലേക്ക്. ആ കാശ് മുഴുവൻ വെള്ളടിച്ച് തീർത്തു. അങ്ങനെ ലേനി കിട്ടട്ടെ. ഇതെന്ത് പണിയാന്ന് ചോദിക്കണല്ലോ. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നിങ്ങളെല്ലാവരും കോടീശ്വരന്മാരായി എന്ന് കരുതുക. നിങ്ങളുടെ ഒരു ജീവചരിത്രം ഒരു പേജിൽ എഴുതൂ വേഗം. ടിൻഡോ, നീ എന്താ ഫാൻസി ഡ്രസ്സിന് പോവുകയാണോ? എന്താടാ എഴുതാത്തത്? സോറി മാഷേ, ഒരു കോടീശ്വരനായ ഞാൻ ഇത്രയും ചെറിയ കാര്യത്തിലൊന്നും സമയം കളയാറില്ല. എന്റെ PA ഇപ്പൊ വരും, PA എഴുതി തരും പോരെ. എടാ ഈ എന്നോട് തന്നെ വേണോടാ നിന്റെ അഭ്യാസം?
ഊരി വെക്കടാ കണ്ണട. അവന്റെ ഒരു പത്രാസ്. എടാ, എന്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് ഉറപ്പാ. അയ്യോ എനിക്ക് വയ്യേ, ഈ സാറിന്റെ ഇന്ന് ചിരിപ്പിച്ച് കൊല്ലും. നീ എന്താടാ തമാശ പറയാണോ? അത് ശരി, സാറിന് തമാശ പറയാമെങ്കിൽ എനിക്കെന്താ പറഞ്ഞ? സൈലൻസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷിയുടെ പേരാണ് ഇനി പറയേണ്ടത്. ചിഞ്ചു പറയൂ. തത്ത. കൊള്ളാം, തത്ത നല്ല പക്ഷിയാണ്. ഇനി ദീപു പറയൂ. മയിൽ. വെരി ഗുഡ്. മയിൽ നല്ല ചന്തമുള്ള പക്ഷിയാണ്. ഇനി ടിൻഡു പറയൂ, ഏതാണ് നിനക്ക് ഇഷ്ടമുള്ള പക്ഷി? ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റ് ഉള്ള പക്ഷിയാ സാറേ. എടാ കുരുത്തം കെട്ടവനെ, ഇറങ്ങി പോടാ എന്റെ ക്ലാസ്സിൽ നിന്ന്. ചുമ്മാ തമാശ പറയല്ലേ സാറേ, എനിക്ക് ഇനിയും ചിരിക്കാൻ വയ്യ. തമാശയല്ലടാ കുരുത്തം കെട്ടവനെ. എടാ, എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. ഇപ്പൊ ഇറങ്ങണ ക്ലാസ്സിൽ നിന്ന്. ഇറങ്ങടാ. ഷടാ, ഇയാൾ ഇത്രയും കടന്ന് പ്രവർത്തിക്കുന്ന ആരറിഞ്ഞു? ഏതായാലും ഒരു ലീവ് കിട്ടി. എന്താ മോനെ സ്കൂൾ ടൈമിൽ വെയിലത്ത് നടന്നു വരുന്നത്? ഒന്നും പറയണ്ട ചേട്ടാ, മാഷ് എന്നെ ക്ലാസ്സിന്ന് പറഞ്ഞു വിട്ടു. ചേട്ടൻ അറിയോ, വെയിലത്ത് നടന്ന് എന്റെ തല ചുറ്റിയിട്ട് വയ്യ. നടക്കാനോ ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയാത്ത ഒരാളായിരുന്നു ഞാൻ. എന്നോടാ മാഷ് ഇങ്ങനെ ചെയ്തത്. അത് ശരി, അത്രയ്ക്കായോ? മോൻ വാ, അയാളോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ദൈവമേ, കുഴഞ്ഞോ? വേണ്ട ചേട്ടാ, സാരില്ല. ആ മാഷിനോട് ദൈവം ചോദിച്ചോളൂ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നടക്കാനോ ഇരിക്കാനോ സംസാരിക്കാനോ കഴിയാതിരുന്ന ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്താൽ ചോദിക്കാതെ വിടരുത്. മോൻ വാ. മാഷേ, എന്ത് പണിയാ മാഷേ ഈ കാണിച്ചത്? കുട്ടികളോട് ഇങ്ങനെ അക്രമം കാണിക്കരുത്. മോശം, വളരെ മോശം. ക്ലാസ്സിൽ കയറി വന്ന് പോക്രിത്തരം പറയരുത്. പോക്രിത്തരം കാട്ടിയത് താനല്ലോടോ മാഷേ. സംസാരിക്കാനോ ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ കഴിയാതിരുന്ന ഇവനെ മാഷ് പൊരി വെയിലത്ത് ഇറക്കി വിട്ടില്ലേ? സുഖമില്ലാത്ത കുട്ടികളോട് കരുണ കാണിക്കണം മാഷേ, കരുണ. എടാ ടിൻഡു, നിനക്ക് എന്നാടാ ഈ സൂക്കേടൊക്കെ തുടങ്ങിയത്? അതൊക്കെ ഉണ്ടായിരുന്നു, 1 വയസ്സായപ്പോ മാറി. What a world situation, baby. He gonna make you smile. Da 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 da. Just go blah blah blah. ഈ ടിൻഡു ആരാ മോൻ? Tinderman rocks. വെറുതെ 2 സ്റ്റിച്ച് ഇട്ടാ മതി, അല്ലാതെ എംബ്രോയിഡറി വർക്കൊന്നും വേണ്ട. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, മര്യാദയ്ക്ക് എന്റെ ബുക്കും ബാഗും കൂടി എടുത്തോണ്ട് പോയി. ഇല്ലേ ഞാൻ എല്ലാരും വിളിച്ചു. Tinderman rocks. TNT rocks. Tinderman rocks. TNT rocks. Tinderman rocks. TNT rocks. ഹായ്, കൊള്ളാലോ പരിപാടി. എനിക്കും വലുതായ ഇതുപോലെ ഒരു പെയിന്റ് അടിക്കാരനാവണം. ചന്ദ്രൻ ചേട്ടൻ എന്തെടുക്കുക? മണ്ണപ്പം ചുട്ട് കളിക്കുക. ആഹാ, ഞാൻ കരുതി കുഴി എണ്ണി കളിക്കാന്ന്. കണ്ടാൽ അറിഞ്ഞൂടെ പെയിന്റ് അടിക്കുകയാണെന്ന്? അതെ, ചേട്ടൻ പെയിന്റ് അടിക്കാരനാണെന്ന് കരുതി ഇത്രയും അഹങ്കാരം പാടില്ല കേട്ടോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ചേട്ടാ, എനിക്കും വലുതായ ഒരു നല്ല പെയിന്റ് അടിക്കാരനാവാനാ ഇഷ്ടം. എന്നെ പഠിപ്പിച്ചു തരാമോ? എന്നിട്ട് വേണം നിന്റെ അച്ഛന്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കാൻ. കുഴപ്പമാവൂടാ. ഒരു കുഴപ്പം വരില്ല. അച്ഛന്റെ വായിലിരിക്കുന്നത് ഞാനും കേൾക്കാറുണ്ടല്ലോ. എന്നിട്ട് ഇന്ന് വരെ എനിക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല. അല്ലെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ ചേട്ടാ? ശരി, എന്നാ നീയും കൂടിക്കോ. എടാ ടിൻഡു, ആദ്യം പുട്ടി അടിക്കണം. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ചെയ്താൽ മതി. അതൊന്നും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒറ്റ ഇരിപ്പിന് 2 കുറ്റി പുട്ടുവരെ വെള്ളം കൂട്ടാതെ തട്ടുന്നവനാ ഞാൻ. എടാ കാന്താരി, പുട്ടടിക്കുന്ന കാര്യമല്ല, പുട്ടി അടിക്കുന്ന കാര്യമാ പറഞ്ഞത്. ചുമരിന് പുട്ടി അടിക്കണം. അതെന്തിനാ ചേട്ടാ ചുമരിന് പുട്ടി? എടാ എന്നാലേ ചുമരിന് നല്ല ഫിനിഷിംഗ് ഉണ്ടാവൂ. അതെ, പുട്ടി അടിക്കാനൊന്നും എനിക്ക് വയ്യ. പുട്ടി അടിക്കാരനാവാനല്ല, പെയിന്റ് അടിക്കാരനാവാനാ ഞാൻ വന്നത്. നിന്നെ ഈ പണിക്ക് കൊള്ളില്ല, വേഗം സ്ഥലം വിട്ടോ. അങ്ങനെ പറയരുത് ചേട്ടാ, പ്ലീസ്. ചേട്ടൻ കാരണം ടീച്ചറുടെ കയ്യിൽ നിന്ന് തല്ലു വരെ കൊണ്ടുപോകാനാ ഞാൻ കാരണം നിനക്ക് തല്ലുകൊണ്ടോ? അതെങ്ങനെ? സത്യമാ, ഇന്നലെ ക്ലാസ്സിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് എന്തുകൊണ്ടാണെന്ന്. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണെന്ന് ദീപു പറഞ്ഞു. അവന് വെരി ഗുഡ് കിട്ടി. ഞാൻ ശരി ഉത്തരം പറഞ്ഞപ്പോ എനിക്ക് തല്ലും കിട്ടി. നീ എന്താ ഉത്തരം പറഞ്ഞത്? പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് കാണാത്തത് ഞാൻ
സത്യമായിട്ടും ശരി ഉത്തരാ പറഞ്ഞത്. എന്നിട്ടും ആ മാലതി ടീച്ചറിന്റെ ചന്തിക്കിട്ട് തല്ലി. നീ ഉത്തരം പറയൂ, കേൾക്കട്ടെ. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് ചന്ദ്രൻ പെയിന്റിന്റെ പണിക്ക് പോകുന്നത് കൊണ്ടാണെന്നാ ഞാൻ ഉത്തരം പറഞ്ഞത്. Digimon rocks. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. ബോറടിച്ച് ചാകുന്ന ലോകത്തെ ആദ്യത്തെ ആള് ഞാനായിരിക്കും. ഈ ബോറടി മാറ്റാ ഇപ്പൊ എന്താ ചെയ്യാ? യെസ്, കിട്ടിപ്പോയി. തൽക്കാലം ബോറടി മാറ്റാൻ എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് ആലോചിക്കാം എന്തു ചെയ്യണമെന്ന്. കഴിക്കാൻ ദോശ, പുട്ട്, ഇഡ്ഡലി, അപ്പം. സാറിന് എന്താ വേണ്ടത്? എനിക്ക് കഴിക്കാൻ ദോശ മതി, പിന്നെ സാമ്പാറും ചമ്മന്തി. പിന്നെ ഒരു കാര്യം, ദോശ നന്നായി മൊരിഞ്ഞിരിക്കണം, ഡാൽഡ പാടില്ല, ഒറിജിനൽ പശു നെയ്യ് തന്നെ ഒഴിക്കണം, പിന്നെ നല്ല ചൂടുണ്ടാവണം. പിന്നെ സാമ്പാറിന്റെ കാര്യം, എനിക്ക് വഴുതനയും വെണ്ടയ്ക്കും ഇഷ്ടമല്ല, പകരം മുരിങ്ങക്കായും ക്യാരറ്റും മതി. മുരിങ്ങക്കായ 3 സെന്റിമീറ്റർ നീളത്തിലുള്ള 3 മതി. ക്യാരറ്റ് 2 സെന്റിമീറ്റർ നീളേ പാടുള്ളൂ. പരിപ്പ് നന്നായി വെന്തിരിക്കണം, കായം കുറച്ച് മതി. പിന്നെ ചമ്മന്തി ആണെങ്കിൽ നല്ല ഇളയ തേങ്ങയുടേതാവണം. ഉപ്പ് പാകത്തിനേ പാടുള്ളൂ കേട്ടോ, എരിവ് കുറച്ചു കൂടിയാലും കുഴപ്പമില്ല. കഴിഞ്ഞോ? കഴിഞ്ഞു. ദോശ, സാമ്പാർ, ചമ്മന്തി. എടോ, ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും താൻ കേട്ടില്ലേ? അതുപോലെ ഒരു സ്പെഷ്യൽ ദോശയും ചമ്മന്തിയും വിളിച്ചു പറ. മോനെ, ഈ പറഞ്ഞ പോലുള്ള സാമ്പാർ ഉണ്ടാക്കാൻ 5 രൂപ അധികമാവും. അതെന്തിനാടോ 5 രൂപ അധികം? അതെ, ഈ 3 സെന്റിമീറ്റർ നീളമുള്ള മുരിങ്ങക്കായും 2 സെന്റിമീറ്റർ ഉള്ള ക്യാരറ്റും ഒക്കെ മുറിക്കണമെങ്കിൽ ഒരു സ്കെയിൽ കൂടി വാങ്ങേണ്ടി വരും. അതിനാ 5 രൂപ. സ്കെയില് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ, ഇനി പറഞ്ഞ പോലെയുള്ള സാമ്പാറും ദോശയും കൊണ്ടുപോവാ. Digimon rocks. സാറിന് എന്താ വേണ്ടത്? ബീഫ് ബിരിയാണി. ഓക്കെ സാർ. അല്ല, ഞമ്മക്ക് മുരിങ്ങാക്കായും സാമ്പാറും ഒന്നും ശരിയാവൂലെന്ന്. ഞമ്മക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടിച്ച് പറിച്ച് വലിച്ച് പറിച്ച് തിന്നണോ? ഒരു കാര്യം പറയാണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോ മിണ്ടാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? മിണ്ടാണ്ട് കുത്തിരിയടാ. ഇനി പറ മോൻ, എന്താ പറയാൻ വന്നേ? ഇക്കാന്റെ ബിരിയാണിയില് ഒരു ഈച്ചയുണ്ടെന്നാ പറയാൻ വന്നത്. അല്ലാ, എന്നിട്ട് ഇപ്പോഴാണ് പഹയാ പറയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഛർദിച്ചാലോ? അല്ലോ വേണ്ട, ഛർദിച്ചാൽ 50 ഉറുപ്പ്യ വെറുതെ പോവും. ഇക്ക ടെൻഷൻ അടിക്കണ്ട, ഒരു ഈച്ചയല്ലേ ഇക്ക തിന്നുള്ളൂ. ഒന്നുകൂടെ ദാ ഈ പ്ലേറ്റിലുണ്ട്. എവിടെ പോയി ബെയ്റ്റർ? ഓന്റെ മയ്യത്തുനിന്ന് നമ്മൾ എടുക്കൂ. ഈച്ചാൻ ഇട്ടിട്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്ക് എന്റെ ഇക്ക പ്ലേറ്റിൽ ഒരു പോത്ത് ചത്ത് കിടന്നേ ഇക്ക തിന്നു. അതിന്റെ അടുത്തൊരു ഈച്ച ചത്ത് കിടക്കുന്നത് എന്താ ഇത്ര കുഴപ്പം? പോത്തിന്റെ പുറത്ത് ഈച്ച ഉണ്ടാവില്ലേ? Digimon rocks. D&D rocks. Digimon rocks. D&D rocks. എടാ ടിൻഡു, നീ എന്താടാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? നിനക്ക് ഈ പത്രം ഒന്നെടുത്ത് വായിച്ചൂടെ? വൈകിട്ട് വായിക്കാം. എങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് ആ വാഴ നനയ്ക്ക്. വൈകിട്ട് നനയ്ക്കാച്ചാ. എന്നാ പിന്നെ നിന്റെ പുസ്തകങ്ങളൊന്ന് അടുക്കി വെക്ക്. അത് വൈകുന്നേരം ചെയ്യാച്ചാ. അതെന്താടാ എല്ലാ ജോലിയും വൈകുന്നേരത്തേക്ക് വെക്കുന്നത്? എല്ലാം കൂടെ നീ എങ്ങനെ ചെയ്യാനാ? അത് ശരിയാണല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാം നാളെ രാവിലെ ചെയ്യാം. ഇങ്ങനെ ഒരു മടിയനെയാണല്ലോ എനിക്ക് മകനായി കിട്ടിയത്. എടാ, ഞാൻ പറയുന്നത് നീ അനുസരിക്കോ? അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എങ്കിൽ ഈ വീടെല്ലാം തൂത്തുവാരി വൃത്തിയാക്ക് വേഗം. അയ്യേ, തൂത്തുവാരാനോ? ഞാനോ? അയ്യേ, ഞാനൊരാണല്ലേ അച്ഛാ. എടാ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. നിലം തൂത്തുവാരി എന്ന് വെച്ച് നിനക്കൊന്നും സംഭവിക്കില്ല. ഓക്കെ, ഞാൻ ചെയ്യാം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാ അച്ഛനും അനുസരിക്കണം. പറ. ഞാൻ നിലം തൂത്തുവാരുമ്പോഴേക്കും അച്ഛൻ തൊഴുത്തിലെ ചാണകെല്ലാം വാരി കൊട്ടയിൽ നിറച്ച് തെങ്ങിനിടണം. അയ്യേ, ചാണകോ? എന്താ ഒരു കയ്യേ? അതെ, ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ടച്ചാ. 10 കൊട്ട ചാണകം വാരിയെന്ന് വെച്ച് അച്ഛനൊന്നും സംഭവിക്കില്ല. അതെ, നീ കൂടുതൽ ആളാവല്ലേ. എടാ, ഒഴിവുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് ശീലിച്ചാൽ അത്രയും ലാഭം.
നീ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാവുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ശരി അച്ഛാ, ഞാനൊരു ജോലിക്ക് പോവാ. എന്ത് ജോലിയാ നീ കണ്ടുവച്ചത്? ബസ് സ്റ്റാൻഡില് സായാഹ്ന പത്രം വിൽക്കുന്ന ജോലി. എങ്ങനെയുണ്ടച്ചാ? കൊള്ളാം. നാളെ മുതൽ തുടങ്ങിക്കോ നിന്റെ ജോലി. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. 6 പേർ ബസ്സിൽ വഞ്ചിതരായി. 6 പേർ നിർത്തിയിട്ട ബസ്സിൽ വഞ്ചിതരായി. 6 പേർ വഞ്ചിതരായോ? ഒന്ന് വാങ്ങിക്കളയാം. മോനെ, ഒരു പേപ്പർ എനിക്കിതാ. ഇതില് നീ പറഞ്ഞ വാർത്ത ഇല്ലല്ലോടാ. ആളെ പറ്റിക്കാൻ ഇറങ്ങിയതാണല്ലേ. എന്റെ കാശ് താടായക്കാ. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. നിർത്തിയിട്ട ബസ്സിൽ ഒരാൾ കൂടെ വഞ്ചിതനായി. 7 പേർ വഞ്ചിതരായി. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. ഇന്നലെ എന്റെ മാമന്റെ വീട്ടിലൊന്ന് പോയി. മാമനെ, ഗൾഫ് സുമേഷ്, എന്തായിരുന്നു സൽക്കാരം? എന്തൊക്കെ ഉണ്ടായിരുന്നു? ദാ കേട്ടോ, കടായി ബിരിയാണി, ചിക്കൻ ടിക്ക, കാട സൂപ്പ്, മട്ടൻ ലിവർ, ബീഫ് ഉലർത്തിയത്. ആ ബീഫിന്റെ ഒരു രുചി വിരല് കടിച്ചു പോവും. ബീഫ് ഒരു പ്രത്യേക രീതിയിലാ വെച്ചത്. കുരുമുളകൊക്കെ ഇട്ട് നല്ല കച്ചകച്ചകച്ചാന്ന്. ഒന്ന് നിർത്തടാ, അല്ലെങ്കിൽ തന്നെ വിശക്കുന്നു. അതിനിടയിലാ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നാളെ ഇതുപോലത്തെ ബീഫ് ഉണ്ടാക്കി തരാൻ. എന്റെ അമ്മയോട് പറഞ്ഞു നോക്കാം. അച്ഛാ, നമുക്ക് കുറച്ച് ബീഫ് മേടിക്കാം. എന്ത് പറയുന്നു? മിണ്ടാതിരി. കഴിഞ്ഞ ആഴ്ചയിലല്ലേ ചിക്കൻ ബിരിയാണി വെട്ടി വിഴുങ്ങിയത്. എന്തായാലും പോത്തിറച്ച് വീട്ടിൽ കാറ്റുന്ന പ്രശ്നമില്ല. അച്ഛാ, ഒടുക്കത്തെ ടേസ്റ്റ് അതിന്. കുരുമുളകൊക്കെ ഇട്ട് കച്ചകച്ചകച്ചാന്ന് വെക്കണം. കൊതിപ്പിക്കുന്നോടാ. നടക്കടാ. അച്ഛാ, അച്ഛാ, ഉച്ചക്ക് എന്തെങ്കിലും ഒന്ന് കടിച്ചു പറിക്കാതെ ഒരു രസമില്ല. എന്താ മേടിച്ച് കളയാം. 1/2 കിലോ. 1/2 കിലോ മുരിങ്ങാക്കായ കടിച്ചു വലിക്കാൻ ബെസ്റ്റാ. ഞാൻ മേടിച്ചടാ 1 കിലോ ബീഫ്. ഇന്നുച്ചക്ക് അടിപൊളി. ഭാഗ്യവാൻ. ടോണി, നീ ഒരു സഹായം ചെയ്യോ? നീ നിന്റെ അടുക്കളയുടെ ജനൽ ഒന്ന് തുറന്നിടുവോ? എന്തിനാടാ? എടാ, ബീഫിന്റെ മണെങ്കിലും അടിക്കൂലോ. അതും ആസ്വദിച്ച് ചോറ് കഴിക്കാന്ന് കരുതിയ. കിലോക്ക് 110 രൂപയാ. അതിന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. സുഖമായി കഴിച്ചു, താങ്ക്സ്. അതൊക്കെ ശരി, നീ കാശട. മണത്തിന് കാശ് ചോദിക്കുന്നു, സാമദ്രോഹി. 1 മിനിറ്റ്. ഇതെന്താ? ഇത് സമ്പാദ്യപ്പെട്ടിയാ. ഫുൾ കോയിൻസാ. 500 രൂപെങ്കിലും കാണും. ശരി ശരി, വേഗം കാശട. 1 നിമിഷം. ശബ്ദം കേട്ടോ? കേട്ടു. കേട്ടല്ലോ. മണത്തിന് ഈ ശബ്ദം തന്നെ ധാരാളം. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. അമ്മേ, അച്ഛൻ ആരോടാ കുറെ നേരായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നേ? അച്ഛന്റെ ബോംബെയിലെ കൂട്ടുകാരനില്ലേ, സുരേഷ് കപാടിയ. പുള്ളിക്കാരൻ ഇന്ന് രാവിലത്തെ വണ്ടിക്ക് വന്നതാ. ഉച്ചയ്ക്ക് പോവുന്നാ പറഞ്ഞത്. ആ ഹിന്ദിക്കാരൻ ഇന്ന് മലയാളം പഠിക്കും. അമ്മേ, ഞാൻ സ്കൂളിലേക്ക് പോവാണേ. സുരേഷ് ജി, യേ മേരാ ബേട്ടാ ഹേ. അച്ഛാ, അതെ, ഇതച്ഛൻ. ഞാൻ ടിന്റുമോൻ. തു ക്യാ കർത്താ ഹേ? നിങ്ങൾ എന്നേക്കാ കറുത്തിട്ടാണല്ലോ മനുഷ്യ. എന്നിട്ടും എന്ത് ധൈര്യത്തിലാ ഞാനിങ്ങനെ കറുത്തു എന്ന് ചോദിച്ചത്? നിങ്ങൾക്കൊന്നും നാണല്ലേ? അച്ഛാ, ഇയാളോട് സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ പോവാണേ. വോ തമാശ കർത്താ ഹേ. ക്യാ? ഇന്നലെ കിട്ടിയ മലയാളം ടെസ്റ്റ് പേപ്പർ എല്ലാവരും അച്ഛനെ കൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല ടീച്ചർ. നിനക്ക് ആദ്യമായി മലയാളത്തിൽ ഫുൾ മാർക്ക് കിട്ടിയതല്ലേ, എന്നിട്ടെന്താ അച്ഛനെ കാണിക്കാതിരുന്നത്? ഞാനതെടുത്ത് അലമാരയുടെ മുകളിൽ വെച്ചു. അലമാരയുടെ മുകളിലോ? അതെന്തിനാ? ടീച്ചറിലെ അതിലെഴുതിയത് കീപ് ഇറ്റ് അപ്പ് എന്ന്. കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാ മുകളിൽ വെക്കാന്നല്ലേ? വെറുതെ അല്ല നീ ഇംഗ്ലീഷ് തോൽക്കുന്നത്. നിന്റെയൊക്കെ പ്രായത്തിലേ എനിക്കൊക്കെ ഇംഗ്ലീഷ് ഫുൾ മാർക്കാ കിട്ടിയത്. ടീച്ചറുടെ ഭാഗ്യത്തിനേ അന്ന് നല്ല ഏതെങ്കിലും ടീച്ചർമാരായിരിക്കും ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. എന്തിനാടാ കരയുന്നത്? ടീച്ചർ എന്നെ തല്ലി. വല്ല കുരുത്തക്കേടും കാണിച്ചു കാണും നീ. ഞാൻ ഒരു കുരുത്തക്കേടും കാണിച്ചില്ല. ഒരു കുരുത്തക്കേടും കാണിക്കാതെ വെറുതെ ടീച്ചർ തല്ലുവോ?
ആ എന്നാൽ അതൊന്ന് ചോദിക്കണമല്ലോ. ചോദിക്കണം അച്ഛാ, ഇപ്പൊ തന്നെ ചോദിക്കണം. ഒരു കുരുത്തക്കേടും കാണിക്കാതെ ബെഞ്ചിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന എന്നെ വിളിച്ചുണർത്തി തല്ലിയായിരുന്നു ആ ഭദ്രകാളി. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. ഒന്ന് വേഗം നോക്കടി, അദ്ദേഹം ഇപ്പൊ വരും. ധൃതി പിടിക്കാതെ ഈ ചിക്കൻ ഒന്ന് വെന്തോട്ടെ. എടി പായസം റെഡിയായില്ലേ? അതെപ്പോഴേ റെഡി. അച്ഛാ, ഏത് VIP ആ വരുന്നത്? എടാ അച്ഛന്റെ ബോസ് വരുന്നുണ്ട്. നീ അച്ഛനെ കുറിച്ച് അദ്ദേഹത്തോട് നല്ലത് മാത്രമേ പറയാവൂ. അതൊക്കെ അവൻ കണ്ടറിഞ്ഞു പെരുമാറിക്കോളും. നിങ്ങൾ അവനോട് മറ്റേ കാര്യം പറ. എന്ത് മറ്റേ കാര്യം? ദൈവമേ, അതിപ്പോ മറന്നേനെ ഞാൻ. എടാ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നീ ദൈവത്തെ ഓർത്ത് അനുസരിക്കണം. എന്റെ പൊന്നു മോനല്ലേ. ഇപ്പൊ വരാൻ പോകുന്ന VIP ഇല്ലേ, ആ അച്ഛന്റെ ബോസ് തന്നെ. മൂപ്പരുടെ മൂക്ക് സാമാന്യത്തിലധികം നീണ്ടതാ. നീ അദ്ദേഹത്തിന്റെ മൂക്കിനെ പറ്റി കളിയാക്കി പറയുകയോ മൂക്ക് നോക്കി ചിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതാണോ ഇത്ര വലിയ കാര്യം? മൂക്കിനെ പറ്റി ഞാൻ ഒന്നും മിണ്ടില്ല, ഉറപ്പ്. ഔ സമാധാനായി. ബോസ് വന്നാലേ നീ അച്ഛനെ ഒന്ന് പൊക്കി പറഞ്ഞേക്കണേടാ. എന്റെ പ്രമോഷന്റെ കാര്യാ. എന്ത് പ്രമോഷൻ ആയാലും കളവ് പറയാ ഈ ടിൻറ്റുമോനെ കിട്ടില്ല. എടാ കള്ളം പറയാനല്ല, അച്ഛനെ കുറിച്ചൊന്ന് പൊക്കി പറയാനാ. അച്ഛന് ജോലിയോട് ഭയങ്കര ആത്മാർത്ഥതയാണ്, മോൻ അച്ഛനെ വലിയ കാര്യമാണ് എന്നൊക്കെ. ഈ നുണയൊക്കെ ഞാൻ വിളിച്ചു പറയണോ? അച്ഛനല്ലേ പറയാറ് എന്ത് സംഭവിച്ചാലും നുണ പറയാൻ പാടില്ലാന്ന്. നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട, മിണ്ടാണ്ട് ഒരുത്തൽ ഇരുന്നാ മതി. അത് പറ്റുമോ? ഹലോ സാർ, വെൽക്കം വെൽക്കം. താങ്ക് യു താങ്ക് യു. ടിൻഡു, എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത്? അത് ടിൻഡു, എടാ നോക്കരുത്. അച്ഛൻ പേടിക്കണ്ട, ഞാൻ ഈ മൂക്ക് ചുമ്മാ നോക്കുന്നേ ഉള്ളൂ. ഞാൻ ഈ ആനമൂക്കിനെ കുറിച്ച് ഒന്നും കളിയാക്കി പറയാൻ പോകുന്നില്ല, സത്യം. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. ചിഞ്ചു, ഇന്ന് ബിസിനസ് വളരെ മോശമാണല്ലോ. കട തുറന്നിട്ട് ഇതുവരെ ഒരു മിഠായി പോലും വിറ്റിട്ടില്ല. കട തുറന്നിട്ട് അരമണിക്കൂറല്ലേ ആയുള്ളൂ ടിൻഡു. ടിൻറ്റുന്നോ? എടോ, ഞാൻ ഈ കടയുടെ മുതലാളിയാ. അതുകൊണ്ട് ടിൻറ്റു മുതലാളി എന്ന് വേണം വിളിക്കാൻ, മനസ്സിലായോ? ശരി കട മുതലാളി, അല്ല ടിൻഡു മുതലാളി. ചിഞ്ചു, നിനക്ക് ബിസിനസിന്റെ ബാലപാഠങ്ങളൊന്നും അറിയില്ല. എല്ലാം ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നെ നല്ലോണം ബഹുമാനിച്ചു നിൽക്കണം, എന്നാലേ പറഞ്ഞു തരൂ. പിന്നെ അവന്റെ ഒരു ബിസിനസ് ആകെ 2-3 തരം മിഠായി ഉണ്ട്. പറച്ചിൽ കേട്ടാ തോന്നും അംബാനിയാണെന്ന്. 2 മിഠായി, താങ്ക്സ്. അല്ല, മിഠായിയുടെ കാശതാ. കാശോ തരാൻ മനസ്സില്ലെങ്കിലോ? മനസ്സുണ്ടാക്കുമെങ്കിലോ? ഓഹോ, എങ്കിൽ അതൊന്ന് കാണണല്ലോ. എടാ, ഞാൻ ആരാണെന്ന് അറിയാമോ? കുട്ടി റൗഡിയാ, കുട്ടി റൗഡി. ചിഞ്ചു, ഇതുപോലുള്ള ലോക്കൽ കേസുകളൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല. അവനോട് നീയൊന്ന് മുട്ടിക്കേ. അയ്യോ ഞാനോ? എനിക്ക് വയ്യ. നിങ്ങളല്ലേ കട മുതലാളി, നിങ്ങൾ തന്നെ മുട്ടിയാ മതി മുതലാളി. കുഴഞ്ഞല്ലോ ദൈവമേ. എന്താ മുട്ടുന്നില്ലേ? എടാ മുതലാളി, മുട്ടുന്നില്ലേന്ന്? ഇല്ലടാ, മുട്ടാൻ എനിക്ക് ധൈര്യമില്ലടാ. നീ എന്നെ എന്ത് ചെയ്യും? എന്നെ തല്ലിക്കൊല്ലാതെ മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ കിടന്ന് നിലവിളിക്കും. ടിൻറ്റുമോനൊരു കാര്യം പറഞ്ഞതാ. നിലവിളിക്കും പറഞ്ഞാ നിലവിളിക്കും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. താൻ പോ. അയ്യയ്യയ്യേ, ഈ ടിൻഡു മുതലാളി ഇത്രയും പേടിത്തൊണ്ടനായിരുന്നോ? പേടിച്ചിട്ടല്ല, അതാണ് ബുദ്ധിപരമായ നീക്കം. ബിസിനസ്സിൽ ആദ്യം വേണ്ടത് ഇതുപോലുള്ള ബുദ്ധിപരമായ നീക്കങ്ങളാണ്, മനസ്സിലായ? ഉവ്വേ, മനസ്സിലായി. ആദ്യ പാഠം ബുദ്ധിപരമായ നീക്കം. 2ാം പാഠം എന്താണാവോ? നീ ആ കന്മതിൽ നിന്ന് താഴേക്ക് ചാട്. അത് വേണോ? വേണം വേണം, ചാട്. അയ്യോ അയ്യോ, എന്റെ കാലൊടിച്ച്, അയ്യോ. 2ാം പാഠം, ആരെയും കണ്ണുമടിച്ച് വിശ്വസിക്കരുത്. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. മുത്തശ്ശൻ എവിടേക്കാ? ഞാൻ ഡൽഹിക്കാ. മോനോ?
ഞാനും ഡൽഹിക്കാ. ഇല്ലാതെ ഇടയ്ക്ക് ചാടി ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഡൽഹിയിൽ എവിടേക്കാന്നാ ഞാൻ ചോദിച്ചത്. ഡൽഹിയിൽ എന്റെ മകളുടെ വീട്ടിൽ പോവുക. മോൻ ഡൽഹിയിൽ എവിടേക്കാ? ഞാനും മകളുടെ വീട്ടിലേക്കാ. എന്ത്, ഈ ചെറുപ്രായത്തിൽ നിനക്ക് മകളോ? അയ്യോ, എന്റെ അല്ല, എന്റെ അമ്മാവന്റെ മകൾ ഡൽഹിയിലുണ്ട്. അമ്മാവന്റെ ആണേലും മകള് മകള് തന്നെയല്ലേ? അത് ശരി, അമ്മാവന്റെ മകള്, അതായത് മുറപ്പെണ്ണ്. വലുതായാൽ നിനക്ക് അവളെ കല്യാണം കഴിക്കാം. അയ്യേ, അവള് മുറപ്പെണ്ണല്ല, മുറം പോലുള്ള പെണ്ണാ. എനിക്ക് വേണ്ട. കല്യാണം കഴിക്കാൻ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അമ്പടാ, ആരെയാ നീ കണ്ടുവച്ചത്? ദാ ആ വരുന്ന എയർ ഹോസ്റ്റസിനെ. എടാ ഭയങ്കര, നീ ആള് കൊള്ളാവല്ലോ. എടാ മോനെ, അവർക്ക് ചുരുങ്ങിയത് ഒരു 25 വയസ്സ് പ്രായം വരും. നിനക്കൊരു 10. അങ്ങനെ വരുമ്പോ 15 വയസ്സിന്റെ വ്യത്യാസം. ഏയ്, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ആദ്യം മാരേജ് നടക്കട്ടെ. ഛേ, അതെങ്ങനെ ശരിയാവും മോനെ? മോനേക്കാളും 15 വയസ്സ് കൂടുതലല്ലേ അവർക്ക്? മുത്തച്ഛനാണെന്ന് പറഞ്ഞിട്ടെന്താ, ഒരു വിവരമില്ല. അതെ മുത്തച്ഛ, അതിനൊരു വഴിയുണ്ട്. ഞാനേ 15 വർഷം കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. അപ്പോഴെനിക്ക് 25 വയസ്സാവൂലോ. ഈ മുത്തച്ഛനൊരു മണ്ടൻ തന്നെ. മോനെ, ഇദ്ദേഹം ഫസ്റ്റ് പ്ലീസ് സർദാർ, ഇത് നിങ്ങളുടെ സീറ്റല്ല, മാറിയിരിക്കണം പ്ലീസ്. നഹി നഹി, മേ ഇധർ ബൈഠേഗാ. പ്ലീസ്, ഇത് ഫസ്റ്റ് ക്ലാസ് സീറ്റാണ്, നിങ്ങൾ മാറിയിരിക്കണം. അരെ ക്യാ ബാത് ഹൈ, ജാओ ജൽദി, ഞാൻ ഇവിടെ ഇരിക്കും. എന്താ മാഡം പ്രശ്നം? മോനെ, ഇദ്ദേഹം ഫസ്റ്റ് ക്ലാസ് സീറ്റിലാണ് ഇരിക്കുന്നത്. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ സീറ്റ് പിൻവശത്താണ്, മുൻഭാഗത്ത് ഇരിക്കാൻ പാടില്ല. സർദാറല്ലേ, അങ്ങനെ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. ഞാൻ ശരിയാക്കി തരാം. വേണ്ട, ഈ സർദാർ ആളൊരു ദേഷ്യക്കാരനാ. നോ പ്രോബ്ലം. വൗ, ഇതെങ്ങനെ സാധിച്ചു? മോൻ എന്താ സർദാർജിയോട് പറഞ്ഞത്? അതൊക്കെ നിസാരം. ഞാൻ അയാളോട് പറഞ്ഞു, ചേട്ടാ, ഈ വിമാനത്തിന്റെ മുൻഭാഗം ഡൽഹിയിലേക്ക് പോകില്ല, സിംഗപ്പൂരിലേക്കാണ് പോകുന്നതെന്ന്. പിൻഭാഗമാണ് ഡൽഹിയിലേക്ക് പോകുന്നതെന്ന്.